ഹലോ ഗൈസ്, ഞാനൊരു ബാപ്റ്റിസ്റ്റ് അതായത് മാമോദിസയ്ക്ക് പോകട്ടെ. എന്റെ ഫ്രണ്ട് സാറയുടെ ഇല്ല, സാറുടെ ചേട്ടന്റെ കൊച്ചിന്റെ മാമോദിസയ്ക്കാണ്. അപ്പൊ പോണ വഴിക്ക് സാറുടെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ്. അപ്പൊ ഞാൻ ചെന്ന സമയത്തോട് വാട്ടർമെലോൺ ജ്യൂസ് ഒക്കെ എടുത്തു വെക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വാവക്കുട്ടി. ആ ചൂടത്ത് വാട്ടർമെലോൺ ജ്യൂസ് കുടിച്ചപ്പോൾ അടിപൊളി നല്ല ഫീൽ ആയിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് അഞ്ജലിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അഞ്ജലി എത്തിപ്പോയി ഗൈസ്. അറ്റ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് അഞ്ജലി വന്നത്. എല്ലാം കഴിഞ്ഞ് പിന്നെ അഞ്ജലിനെ ചുമ്മാ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണ്. അതിനുശേഷം ഗ്രേപ്പ് ജ്യൂസ് ട്രൈ ചെയ്തിട്ട് അഞ്ജലിക്കും കൊടുത്ത എക്സ്പ്രഷൻ കണ്ടില്ലേ, കുറച്ച് പുളി ഉണ്ടായിരുന്നു. പിന്നെ സമൂസയും സോസും കഴിക്കാൻ വേണ്ടി എടുത്ത് ഗൈസ്. ആക്രാന്ത മൂത്തന്റെ അണ്ടകടാകം മൊത്തം പുള്ളി എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഞാൻ അഞ്ജലി ഹോളിലേക്ക് കയറിട്ടോ. സ്റ്റേജൊക്കെ കാണാൻ വളരെ രസമില്ലേ, ക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ സാറേയും സാറുടെ ഫാമിലി അവരെല്ലാവരും വന്നു കേട്ടോ ഹോളിലേക്ക്. അതിനുശേഷം സാറുടെ അച്ഛനും അമ്മയും കേട്ടോ വാവിനെ എടുത്ത് നിൽക്കുന്ന. സാറ് വാവെടുക്കാതെ വാവ ഫുൾ സാറുടെ കയ്യിലെ നെയിൽസ് നോക്കി നിൽക്കരുത്. അതിനുശേഷം ഞാനും അഞ്ജലിയും കൂടി വൈനും കേക്കും കണ്ടപ്പോൾ അതിന്റെ പുറകിൽ ഓടി ഗൈസ്. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തന്നെ തോറ്റു. ഫുഡ് വഴിയുണ്ട് ഓടി ഞങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഒക്കെ കണ്ട് നമ്മുടെ മെയിൻ ഫുഡിലോട്ട് കടന്നു ഗൈസ്. അപ്പം, സ്റ്റൂ, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഓഫ് ഒന്നും പറയണ്ട, തിന്ന് ഒരു വഴിയായി. അതിനുശേഷം അവിടെ വെജ് ആയിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കുറച്ച് ട്രൈ ചെയ്ത് നോക്കി. നമ്മളൊന്നും വെറുതെ വിടാൻ പാടില്ല. അതിനുശേഷം ഐസ്ക്രീമും കേക്കും എല്ലാം കഴിച്ചത്. ക്യൂട്ട് ഗിഫ്റ്റ് ഹാമ്പറുമായിട്ട് നമ്മളിതാ ഞാനും അഞ്ജലിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ കുറേ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അഞ്ജലി തന്ന ചട്ടി ഹെൽമെറ്റാണ് ഗൈസ് എൻ്റെ. അതിനെ സൗന്ദര്യം നോക്കിയിരിക്കുകയാണ് ഞാൻ ബാക്കിൽ ഇരുന്നിട്ട്. അങ്ങനെ അഞ്ജലിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടോ. വന്ന വഴി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെയും കണ്ടു. ടാറ്റ ബൈ ബൈ പറഞ്ഞു. അത്രേ ഉള്ളൂ.